UAEയുടെ 54ാമത് ഈദ് അൽ ഇത്തിഹാദ് 3000-ഓളം തടവുകാർക്ക് മോചനം. 2937 തടവുകാരെ മോചിപ്പിക്കാനാണ് UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് ഉത്തരവിട്ടത്. ശിക്ഷാ കാലയളവിൽ തടവുകാർക്കുണ്ടാകുന്ന സാമ്പത്തിക പിഴകൾ ഒഴിവാക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. ഈദ് അൽ ഇത്തിഹാദ് ദുബായിൽ നാളെ മുതൽ സൂപ്പർ സെയിൽസ്. നാളെ മുതൽ ആരംഭിക്കുന്ന 3 ദിവസത്തെ സൂപ്പർ സെയിലിൽ 500-ലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ 90% വരെ വിലക്കുറവിലാണ് വിൽക്കുന്നത്. വൈകുന്നേരം 3 മുതൽ രാത്രി 10 വരെ പ്രധാന ഷോപ്പിംഗ് മാളുകളിൽ ഫ്ലാഷ് സെയിൽ എന്ന പേരിൽ പ്രത്യേക ഉൽപ്പന്നങ്ങൾക്ക് സർപ്രൈസ് വിലക്കിഴിവും അനുവദിക്കുന്നുണ്ട്. നാളെ ആരംഭിക്കുന്ന സൂപ്പർ സെയിൽ ഡിസംബർ 2-ന് അവസാനിക്കും. UAEയുടെ 54ാമത് ദേശീയ ദിനം ഗതാഗത പിഴകളിൽ 40% കിഴിവ് പ്രഖ്യാപിച്ചു ഉമ്മുൽ ഖുവൈൻ പോലീസ്. 2025 ഡിസംബർ 1-ന് മുമ്പ് ഉമ്മുൽ ഖുവൈനിൽ നടത്തിയ മിക്ക ഗതാഗത നിയമലംഘനങ്ങൾക്കും കിഴിവ് ബാധകമാണ്. എങ്കിലും ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഡിസംബർ 1-ന് 2026 ജനുവരി 9-നും ഇടയിൽ പിഴകൾ അടയ്ക്കുന്നവർക്കാണ് കിഴിവ് ലഭിക്കുക. ഹോങ്കോങ്ങിലെ ബഹുനില കെട്ടിട സമുച്ചയത്തിലെ തീപിടുത്തം ഗൾഫ് നാടുകളിലും ആശങ്ക. ഗൾഫിൽ നിന്നും നിരവധി പേർ വിനോദയാത്ര പോകുന്ന ഹോങ്കോങ്ങിലുണ്ടായ തീപിടുത്തത്തിൽ ഇതുവരെ 60 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 300-ഓളം പേരെ കാണാതായിട്ടുണ്ട്. ഹോങ്കോങ്ങിലെ തായ്പേയിലെ വാങ്ഫുക് കോട്ട് ഹൗസിംഗ് എസ്റ്റേറ്റിൽ ഇന്നലെ രാത്രിയാണ് തീപിടുത്തമുണ്ടായത്. UAEയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിലെ കുതിപ്പ്. ഇന്ത്യ UAE വ്യോമ ഉഭയകക്ഷി കരാറുകൾ പുനഃപരിശോധിക്കണമെന്ന് ട്രാവൽ ഏജൻസി രംഗത്തെ വിദഗ്ധർ. അഭൂതപൂർവമായ ഡിമാൻഡും വിമാന സർവീസുകളുടെ കുറവുമാണ് ഇന്ത്യയിലേക്കുള്ള റൂട്ടുകളിലെ നിരക്കുകൾ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചതെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഉഭയകക്ഷി വിമാന കരാറുകൾ പുനഃപരിശോധിച്ച് വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെട്ടത്. സൗദി അറേബ്യയിൽ ഹൗസിംഗ് സൂപ്പർവൈസർ തസ്തിക ഇനി സ്വദേശികൾക്ക് മാത്രം. 20-ഓ അതിൽ കൂടുതലോ ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ, മൊബൈൽ ഹോമുകൾ എന്നിവിടങ്ങളിലെ ഹൗസിംഗ് സൂപ്പർവൈസർ തസ്തികകളാണ് സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത്. കുറഞ്ഞത് 5000 സൗദി റിയാൽ ശമ്പളം നൽകണമെന്നും നിബന്ധനയുണ്ട്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ വൻ പിഴ ചുമത്തും. മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളാണ് ഹൗസിംഗ് സൂപ്പർവൈസർ തസ്തികയിൽ ജോലി ചെയ്യുന്നത്. പുതിയ നിയമം ഇവരെല്ലാം പ്രതികൂലമായി ബാധിക്കും. ഫാറൂഖ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഫോസ ദുബായ് ചാപ്റ്റർ പൊസ്റ്റാൾജിയ ആഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന മാഗസിനിലേക്ക് സൃഷ്ടികൾ ക്ഷണിക്കുന്നു. പ്രവാസ ലോകത്തെ ജീവിതം പശ്ചാത്തലമാക്കിയാണ് മാഗസിൻ ഒരുക്കുന്നത്. സൃഷ്ടികൾ അയക്കേണ്ട വിലാസം magazine.fosadubai@gmail.com. എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇമോത്സവം പരിപാടിയുടെ ബ്രോഷർ ബാലകൃഷ്ണൻ തച്ചങ്ങാട് താജുദ്ദീൻ അൽമറയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. ഇമാ പ്രസിഡന്റ് P. ഷാജിലാൽ അധ്യക്ഷത വഹിച്ച യോഗം കുടുംബസംഗമം രക്ഷാധികാരി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഇമാ ചെയർമാൻ കാൻപാറയിൽ പരിപാടിയെക്കുറിച്ചുള്ള വിവരണം നൽകി. അഡ്വക്കേറ്റ് ഫരീദ് മോഹനൻ കൊല്ലം, പ്രഭാത് നായർ, ബിനോയ് പിള്ള, അനിൽ അടുക്കം, അഭിലാഷ് രത്നാകരൻ, സതീഷ് പാടി, തങ്കച്ചൻ മണ്ഡപത്തിൽ, ബിന്ധ്യ അഭിലാഷ്, സുമിത് കെട്ടിടത്തിൽ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി സുജിത് അരീക്കര സ്വാഗതവും ട്രഷറർ രാജശേഖരൻ വെടിത്തറയ്ക്കൽ നന്ദിയും പറഞ്ഞു. ഖത്തറിൽ നടക്കുന്ന അണ്ടർ-17 ലോകകപ്പ് ഫൈനൽ പോർച്ചുഗൽ ഇന്ന് ഓസ്ട്രിയയുമായി ഏറ്റുമുട്ടും. ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇരു ടീമുകളും മാറ്റുരയ്ക്കുന്നത്. ഭാവിയിലെ ലോകകപ്പിൽ പുതിയ താരോദയം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.